ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ വീടാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി കടന്നു വരികയാണ്. അപ്പോൾ വർഷയുടെ അമ്മ വർഷയുടെ അച്ഛനോട് പറഞ്ഞു, ഏട്ടാ ചോറ് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇന്ന് എനിക്ക് ഒന്നും ഇറങ്ങുകയല്ലെന്ന്. ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചി എത്തി. എടോന്ന് വിളിച്ചോണ്ടാട്ടോ വരുന്നത്. ഏട്ടോന്ന് വിളിച്ചോണ്ട് ഇങ്ങ് കയറി വന്ന് കരണത്തിനിട്ട് ഒറ്റ പൊട്ടിയിലായിരുന്നു പൊട്ടിച്ചത്. ഇത് കണ്ടതും വർഷയുടെ അമ്മ ഓടി വന്നു കേട്ടോ. അതുമല്ല, നമ്മുടെ ശ്രീകാന്ത് ഇതിനോടൊപ്പം തന്നെ പുറകെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, നീ ആരോട് ചോദിച്ചിട്ടാടാ എൻ്റെ അനിയനെ തല്ലാനായിട്ട് ആളെ വെച്ചത്? നീ എന്തിനാടാ എൻ്റെ അനിയനെ തല്ലിയത്? ദേ മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ എൻ്റെ ഭർത്താവിനെ തല്ലുന്നോ? ദേ എൻ്റെ ഭർത്താവിനെ തല്ലി ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പം, പോലീസിനെ വിളിച്ചാലേ ആദ്യം കൊണ്ടുപോകുന്നത് ഇയാളെ ആയിരിക്കും. എൻ്റെ അനിയനെ ആളെ വിട്ട് തല്ലിച്ചു ഇയാള്. എന്തിനാ എൻ്റെ അനിയനെ ആളെ വിട്ട് തല്ലിച്ചത്? വലിയ ആളാണത്രേ. നാണം ഉണ്ടോടോ നിനക്ക്? അല്ല, ധൈര്യം ഉണ്ടെങ്കിലേ ആളെ വിട്ടല്ലേ തല്ലിക്കേണ്ടത്. നേർക്ക് നേരൊന്ന് നമുക്ക് തല്ലി നോക്കാം. അല്ലാതെ കൂലിക്കാരെ വിട്ടല്ല തല്ലേണ്ടത്. അതെ, ഇതിനെന്തേലും ഒരു ഇതുണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ല, എൻ്റെ അനിയന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലേ നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ വെള്ള പൊതിപ്പിച്ച് കിടത്തിയനെ. അല്ല, സമൂഹത്തിൽ വലിയ നിലയും വിലയുള്ള ആളാണല്ലോ, എന്നിട്ടാണോ ഈ വൃത്തികേട് കാണിച്ചത്? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞു, അതെ, വൃത്തികേട് കാണിച്ചതേ നിന്റെ അനിയനാ. ഓ, എൻ്റെ അനിയനെ ആളെ വിട്ട് തല്ലിക്കാൻ മാത്രമേ. എന്താ ചെയ്തത് ഇവൻ? എന്ത് ചെയ്തത്? വേറൊന്നുമല്ല, എൻ്റെ അച്ഛനോടും എന്നോടും ഉള്ള ദേഷ്യം അതല്ലേ ഇവനോട് തീർത്തത്. നിങ്ങളോടുള്ള ദേഷ്യത്തിന് ആളെ വിട്ട് തല്ലിച്ചത് ഞങ്ങള്. അത് ഇവനോട് ചോദിച്ചു നോക്ക്. ഒരിക്കലും നിങ്ങളോടുള്ള ദേഷ്യത്തിനല്ല ഞങ്ങൾ ആളെ വിട്ട് തല്ലിച്ചത്. അതിന്റെ കാര്യവും ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചതാ. അത് നിന്റെ അച്ഛനോടുള്ള പ്രതികാരം തീർക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ആ പീറ തന്തയോട്. ഇത് കേട്ടത് ദേ മിണ്ടിപ്പോവരുത്, എൻ്റെ അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞേക്കരുത്. ഇത് ഞങ്ങളോടുള്ള ദേഷ്യം കാരണം തന്നെയാ ഇവനെ തല്ലിയെന്ന് ഞങ്ങൾക്കറിയാം. ഇവൻ ഒരു തെറ്റും ചെയ്യില്ല. പിന്നെ ഒരു തെറ്റും ചെയ്യാത്തവനല്ലേ ഈ നിൽക്കുന്നവന്. അവനോടങ്ങ് ചോദിച്ചു നോക്ക്. അവൻ പിന്നെ എന്തിനാ ഞങ്ങളുടെ മകളെയും കൂട്ടി നാട് ചുറ്റും കറങ്ങുന്നത്? എൻ്റെ അനിയനോ? എൻ്റെ അനിയൻ നിങ്ങളുടെ മകളെയും കൂട്ടി നാട് ചുറ്റും കറങ്ങാന് ഒരിക്കലും ഇല്ല. തമാശ പറയരുതേ. തല്ലാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതാ നിങ്ങൾ. എൻ്റെ അനിയൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവൻ അത്രക്കാരനല്ല. അവൻ അത്രക്കാരനാവത്തുമില്ല. അവനെ വളർത്തിയതേ എൻ്റെ അച്ഛനാ. ഓ, പിന്നെ ഇവനോട് ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോന്ന്. അത് ഇവനോട് ചോദിക്ക്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറയുന്നത്, എടാ ശ്രീകാന്തെ, ഇവര് പറയുന്നൊന്നും സത്യമല്ലെന്ന് നീ അവരോട് പറയടാ. നീ അങ്ങനെയുള്ളവനല്ലെന്ന് എനിക്കറിയാം. എന്താടാ നീ പറയടാന്ന് പറഞ്ഞു. ശ്രീകാന്ത് കമാന്നൊരക്ഷരം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നമ്മുടെ സച്ചിയാണ് തോറ്റുപോകുന്നത്. അപ്പൊ വർഷയുടെ അമ്മ പറഞ്ഞു, അല്ല ഇവനെന്താ ഒന്നും മിണ്ടാത്തത്? ഇവന്റെ നാവ് ഇറങ്ങി പോയിട്ടാണോ ഇവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അല്ല, സച്ചി ഇപ്പൊ ചോദിച്ചിട്ട് ആൻസർ ഒന്നും പറയുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എടാ എന്താടാ പറയടാ നീ. എടാ നീ പറഞ്ഞു കൊടുക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ശ്രീകാന്ത് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വർഷയുടെ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ, അതുകൊണ്ട് തന്നെ ഇവനൊന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞപ്പോൾ വർഷയുടെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകളെ കാണരുത്, സംസാരിക്കരുതെന്ന് ഞാൻ 100 തവണ ഇവനോട് പറഞ്ഞത്. പക്ഷെ ഇവനത് കേട്ടില്ല. അതാ ഞാൻ ആളെ വിട്ട് തല്ലിച്ചത്. നീ എൻ്റെ വീട്ടിൽ കയറി എന്നെ തല്ലിയല്ലേ? എടാ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്ത് ചെയ്യൂടാ? നീ എന്നെ എന്ത് ചെയ്യും? ഇനി വേണോ നിനക്ക്? ഇനി വേണമെങ്കിൽ ഈ കയ്യേ നിന്റെ കവളത്തിനിട്ട് ഇനി ഇരിക്കുന്ന കാണണമെന്ന് ചോദിച്ചു സച്ചി. അപ്പം അയാൾ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയേട്ട ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ഒരു വിധത്തിൽ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? അല്ല, നീ അയാളുടെ മകളുമായിട്ട് വല്ല അടുപ്പത്തിലുമാണോ? ഏട്ടാ അത് പിന്നെ ഞാൻ പറയുന്നൊന്ന് ഏട്ട കേക്ക്, സമാധാനമായിട്ട് കേക്ക്. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട് മാത്രാ. ഫ്രണ്ടോ? അയാളുടെ മകള് നിന്റെ ഫ്രണ്ട്. അയാൾ നമ്മുടെ അച്ഛനോട് കാണിച്ചതൊക്കെ നീ മറന്നോ? അതുമല്ല, റിട്ടയർഡ് ഫംഗ്ഷനിൽ വെച്ച് എന്തൊക്കെ അയാൾ നമ്മളുടെ കുടുംബത്തോട് പറഞ്ഞത്. അതുമല്ലാതെ പെൻഷൻ കാശ് തടഞ്ഞു വെച്ചു. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്തിനാടാ അയാളുടെ മകളോട് സൗഹൃദത്തിലായത്? അതിന്റെ കാര്യം നിനക്കുണ്ടായിരുന്നോ? അതെനിക്ക് അറിയില്ലായിരുന്നു സച്ചേട്ട ഇദ്ദേഹത്തിന്റെ മകളാണെന്ന്. ഇനി അറിഞ്ഞല്ലോ. ഇനി അവളുമായിട്ട് ഒരു ബന്ധവും നീ കൂടാൻ പാടില്ല. അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അത് ഞാൻ അറിയരുത്. അങ്ങനെ അറിഞ്ഞാലേ ഇപ്പൊ അയാൾക്കിട്ട് കൊടുത്തില്ലേ? അയാൾക്കിട്ട് കൊടുത്തത് നിനക്കിട്ടായിരിക്കും. നിന്റെ കാലും കൈയും തല്ലി ഒടിച്ച് ഞാൻ വീട്ടിലിടും. എന്നിട്ട് സച്ചി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അത് സച്ചിയേട്ട ഒരിക്കലും അവളുടെ അച്ഛനമ്മമാരെ പോലെ അല്ല വർഷ. അവള് നല്ല കുട്ടിയാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എന്നാലും നിനക്ക് ഈ ബന്ധം വേണ്ട. ഇപ്പൊ തന്നെ
കണ്ടില്ലേ, നിന്നെ അടിക്കാന് അയാള് ആളെ വിട്ടു. പിന്നെ അയാളുടെ മകളുമായിട്ട് ബന്ധം വേണ്ടത് പറഞ്ഞത് ഭയന്നിട്ടൊന്നുമല്ല. നമ്മൾ ഒരിക്കലും സെറ്റ് ആവില്ല അയാളുമായിട്ട്. നമ്മുടെ അച്ഛന്റെ ശത്രുവാ. അത്രമാത്രം ദ്രോഹിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ അച്ഛനെ. അയാളുടെ മകളെ നീ കല്യാണം കഴിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏട്ടാ, അവൾ എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രം. വേണ്ട, ഫ്രണ്ട് ആണെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിലും ആ ഒരു ബന്ധം നമുക്ക് വേണ്ട. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി അവളെ കാണരുത്, സംസാരിക്കരുത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി അവളുടെ പുറകെ വെറുതെ നടക്കരുത്, ഞാനത് കേൾക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നേരെ വണ്ടിക്കകത്ത് കയറുകയാണ്. അങ്ങനെ വണ്ടിക്കകത്ത് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും ഒന്നുകൂടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് നീ വന്നേടാന്ന് പറഞ്ഞു. അതെ, അച്ഛൻ ഈ കാര്യം ഒന്നും അറിയാൻ പാടില്ല. നമ്മൾ ഇവരെ വന്ന് കണ്ടെന്നോ ഇവരെ തല്ലിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നോ കൊട്ടേഷൻ തന്നെന്നോ ഒന്നും പറയണ്ട. അച്ഛൻ ഇത് അറിയരുതെന്ന് പറഞ്ഞപ്പം ഇല്ലേട്ടാ ഞാൻ പറയില്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു കേട്ടോ. ഏതായാലും അവിടെ ആ സീൻ തീരാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സുധീനെയാണ് കേട്ടോ. അപ്പം സുധി ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം കണ്ണാടി നോക്കി നിന്നിട്ട് നമ്മുടെ സുധി തന്നെ പറയാ ദിവസവും ജോലിക്ക് പോവുക എന്നുള്ള രീതിയിൽ ആണ് ഇവിടുന്ന് പോകുന്നത്. പകല് മുഴുവൻ ചുറ്റിക്കറങ്ങി മടുത്തു. ഇനിയിപ്പൊ എന്താ ചെയ്യുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. കാരണം ജോലിയില്ലല്ലോ, ജോലിയില്ല കൂലിയില്ല, നേരെ പോകുന്നത് പാർക്കിലേക്ക് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നിട്ട് നേരെ നമ്മുടെ ശ്രുതിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അല്ല ഇന്ന് പോണോ, ഇന്ന് ലീവ് എടുത്താലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട, ഇന്ന് പോണ്ടല്ലേ, എന്നാ ഞാൻ വിളിച്ചു പറയാം ലീവിന്. ഹേയ് വേണ്ട, ഇന്ന് ഒരു ദിവസത്തെ സാലറി പോയില്ലെങ്കിൽ അതും കൊണ്ട് വേണ്ട, പൊക്കോ, ലീവ് ഒന്നും വേണ്ട. അതുമല്ല എനിക്ക് ഈ വീട്ടിലെ കഴിയാൻ വേണ്ടി പേടി തോന്നുക. ഒരു ജയിൽ പോലെയാ ഇവിടെ. സുധിയുടെ അനിയനാണെങ്കിൽ അറിയാലോ, ഒരു റൗഡിയാ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാ. രേവതിയുടെ അനിയനാണെങ്കിലോ ഒരു മോഷ്ടാവും. എന്നിട്ടും അവനെ ന്യായീകരിച്ച് സുധിയുടെ മെക്കിട്ട് കയറാൻ നോക്കുകയല്ലായിരുന്നോ സച്ചി. അതൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടമായി. സുധീനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ് സച്ചിയുടെ ഹോബി എന്ന് പറയുന്നത്. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അതൊക്കെ അങ്ങ് മറന്നേരെ. ഞാൻ പറഞ്ഞിട്ടില്ലേ അവന് കോംപ്ലക്സാ, അതുപോലെ അവന് അസൂയ കുശുമ്പൊക്കെ ഉണ്ട്. എനിക്ക് പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അവനെപ്പോലെ ഒരുത്തിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതൊക്കെ അങ്ങ് നീ വിട്ടുകളാ. അതിനെക്കുറിച്ച് എന്തിനാ നമ്മൾ ഓർക്കണത്? ഞാനത് വിട്ടു. അല്ല സുധി എന്റെ മുടി ഒന്ന് തോർത്തി തന്നെ. അതിനിപ്പോ എന്താ, ഞാൻ തോർത്തി തരാലോ എന്ന് പറഞ്ഞു സുധി മുടിയൊക്കെ ഇങ്ങനെ തോർത്തി കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സുധി പറഞ്ഞു നിനക്ക് ചൂടാകാനൊന്നും അറിയില്ലെന്നാ ഞാൻ ഓർത്തത്. രേവതിയുടെ അനിയനെ നീ ശരിക്കും വരട്ടി. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഷർട്ട് പിടിച്ച് അടിക്കാൻ നോക്കി അവനെ ഞാൻ വെറുതെ വിടണം അങ്ങനെ കരുതിയോ? ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടില്ല. അല്ല എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ ശ്രുതി നിനക്ക്? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അതെന്താ ശ്രുതി പ്രത്യേകം ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചത്? അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. എനിക്കിപ്പം ശ്രുതി മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ശ്രുതിനെ. സുധിയെ പോലെ ഒരു ബെസ്റ്റ് ഹസ്ബൻഡിനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയല്ലേ. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത എന്തൊക്കെയോ പുണ്യോ. പിന്നെ സുധിക്ക് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇപ്പൊ സുധി കാർ ഷോറൂമിലേക്ക് പോയില്ലേ ജോലി എടുക്കാൻ വേണ്ടി. ഞാൻ എന്ത് പറഞ്ഞാലും സുധി അത് കേൾക്കണില്ലേ. എന്നെ വിഷമിപ്പിക്കാതെ സുധി കൊണ്ടുപോകുന്നില്ലേ എന്നെ. ഇങ്ങനെ ഒരു ഹസ്ബൻഡ് എനിക്കല്ലാതെ വേറെ ആർക്കാ ഉള്ളത്? അപ്പൊ പിന്നെ ഞാൻ അതോർത്ത് അഭിമാനിക്കല്ലേ ചെയ്യേണ്ടത്. നീ പറഞ്ഞത് ശരിയാ ശ്രുതി. പക്ഷെ ഈ ജോലി ഉണ്ടല്ലോ അത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഇത് തൽക്കാലത്തേക്കുള്ളൊരു ജോലിയാ. വേറൊരു നല്ല ജോലി കിട്ടിയാൽ ഞാൻ ഈ ജോലി അങ്ങ് കളയും. ശ്രുതി തൽക്കാലം നമുക്ക് ഈ ജോലി മതി. ഇപ്പം ശ്രുതി വേറെ ജോലിക്ക് ഒന്നും ട്രൈ ചെയ്യണ്ട. ഇതിൽ തന്നെ ശ്രുതിക്ക് വലിയൊരു ഭാവി ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം നന്നായിട്ട് ശ്രുതി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ പിന്നെ ശ്രുതി ചോദിക്കുന്ന സാലറി കിട്ടും. ശ്രുതിയെ തട്ടിക്കൊണ്ട് പോകാൻ എങ്ങോട്ടേക്ക് സ്ഥാപനങ്ങൾ വരും. അതുകൊണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി. അത് തന്നെയാണ് നമുക്ക് നല്ലത്. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സച്ചി നമ്മളെ അപമാനപ്പെടുത്തി ചെലവിന് കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി അതൊട്ടാകാൻ പാടില്ല. ശ്രുതിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നമ്മുടെ വീട്ടിലെ ചെലവുകളൊക്കെ നോക്കണം. പിന്നെ എൻ്റെ ശമ്പളം കൊണ്ട് നമുക്ക് കടങ്ങളൊക്കെ തീർക്കണ്ടേ? ഓക്കെ ആണല്ലോ അല്ലേ? എന്ത് വെച്ച് സുധിയുടെ മുഖത്തിനൊരു സന്തോഷമില്ലാത്തത്? ഓക്കെയാ. അല്ല എനിക്ക് പിന്നെ ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. നീ നല്ല സുധി വീട്ടിൽ ചെന്നിട്ടല്ല സോറി ഓഫീസിൽ ചെന്നിട്ട് 3-4 ദിവസത്തെ ലീവ് പറയണം. ലീവോ? എന്തിന്? നമുക്ക് ഹണിമൂണിന് പോകണ്ടേ? ഞാൻ മാമിനോട് എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ മാമല്ലേ എല്ലാം ശരിയാക്കി തന്നത്. അല്ല എന്തിനാ അവരെ കൊണ്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ ചെലവൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ നമ്മൾ പോകണമെന്ന് ഒരേ ഒരു നിർബന്ധം മാമിന്. അതുകൊണ്ടാണ് പിന്നെ പോകാമെന്ന് വെച്ചത്.
ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്താൽ മതി, ബാക്കി എല്ലാ ചെലവുകളും അവർ നോക്കിക്കോളും. അപ്പം പിന്നെ നമുക്കത് ലാഭമല്ലേ. വൈകിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ എടുത്തേരെ. ഇന്ന് എടുക്കാനോ? ഞാനോ? ആ പിന്നെ സുധി അല്ലാതെ വേറെ ആരെടുക്കും? സുധിയല്ലേ എടുക്കേണ്ടത്. അന്ന് സുധി പറഞ്ഞതല്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോളാന്ന്. അന്ന് ഓർക്കുന്നുണ്ടോ ബ്യൂട്ടി പാർലറിൽ വെച്ച് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നുണ്ട് പറഞ്ഞത്. പറഞ്ഞിരുന്നു. ഇപ്പം ബുക്ക് ചെയ്താൽ റേറ്റ് കുറവായിരിക്കും, ഇപ്പം കുറച്ച് ഓഫറൊക്കെ ഉണ്ട്. തിരിച്ചു വരുന്ന ടിക്കറ്റും ബുക്ക് ചെയ്യണം. ഞാനൊരു ഏജൻസിയുടെ നമ്പർ തരാം, അവിടെ ചെന്ന് ബുക്ക് ചെയ്താൽ മതി. അല്ല, ഇപ്പം കമ്പനിയിൽ നിന്ന് കുറേ ലീവ് കിട്ടുമോ എന്തോ, എനിക്കറിയില്ല. ഞാൻ എങ്ങനെ ചോദിക്കും ശ്രുതി? ഞാൻ ചെന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കുറച്ച് മുമ്പല്ലേ ശ്രുതി പറഞ്ഞത് ലീവ് എടുക്കാൻ വിളിച്ച് പറയാന്ന്. അത് ശരിയാ, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നല്ലേ. ശരിയാ ശ്രുതി. ഹണിമൂൺ പോകാനാണെന്ന് പറഞ്ഞാൽ അവർ ലീവ് തരും, തടസ്സം പറയില്ലെന്നേ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. എങ്കിൽ പിന്നെ ഞാൻ ലീവ് എടുക്കല്ലേ ശ്രുതി? ലീവ് എടുക്കാം. ഞാൻ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫോണിൽ അയക്കാം. ഏതായാലും ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ സുധി പോയിട്ട് വാ എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ തോർത്തൊക്കെ തോളയിലിട്ടിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചത്, എന്താ ഓഫീസിൽ കുളിക്കാൻ പോകണം? ആ ടൗലിങ്ങതാ, അത് തോളെ കിടക്കുന്ന കണ്ടില്ലേ? അയ്യോ സോറി, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വെപ്രാളത്തിൽ ഏതൊക്കെ അങ്ങ് മറന്നുപോയി. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഹണിമൂണിന്റെ കാര്യം വരുമ്പോൾ എല്ലാം മറക്കുകയല്ലേ, ഏതായാലും പോയിട്ട് വാന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ അങ്ങ് ശ്രുതി പറഞ്ഞു വിടുകയാണ് കേട്ടോ. എങ്ങോട്ടേക്കാണ്? ജോലി സ്ഥലത്തേക്കൊന്നും അല്ല കേട്ടോ, പാർക്കിലാണ് പോകുന്നത്. എന്ത് ചെയ്യാനാണല്ലേ. ഇനിയിപ്പം പാർക്കിൽ പോയി ഇരുന്ന നമ്മുടെ സുധി ടിക്കറ്റും ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എന്തൊക്കെയായി തീരുമെന്ന് നമുക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ എന്താ പറയുക, നമ്മുടെ സുധി കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ സച്ചി കൈയോടുകൂടി പിടിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സുധി നേരെ ചെല്ലുന്നത് ആ ഒരു കാർ ഷോറൂമിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ ജോലി ചെയ്തായിരുന്നല്ലോ, അപ്പൊ ആ ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. സുധീനെ കണ്ടതേ ആ സ്റ്റാഫ് പറഞ്ഞു, അല്ല ഇപ്പൊ താനെന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ സാർ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത്. നേരത്തെ സാറെന്നൊന്നും അല്ലായിരുന്നല്ലോ താൻ വിളിച്ചിരുന്നത്. നേരത്തെ ഇയാള് എന്തൊക്കെ പറഞ്ഞിട്ടാണോ താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? സത്യം പറയാലോ, താൻ പോയത് കൊണ്ട് ഞങ്ങളുടെ പല കാര്യങ്ങളും ഇല്ലാതായി. അതുപോലെ ഓണത്തിന് കിട്ടാനിരുന്ന ഞങ്ങളുടെ ബോണസ് വരെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് താൻ വീണ്ടും കയറി വന്നേക്കുന്നു അല്ലേ? ഇവിടുത്തെ മുതലാളി മാത്രമല്ല, ഇവിടുത്തെ തൊഴിലാളികൾ കണ്ടാലും തന്നെ വെറുതെ വിടില്ല, തന്നെ പഞ്ഞി കിട്ടിട്ടേ ഇവിടുന്ന് വിടത്തുള്ളൂ. അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കല്ലേ. ഇപ്പൊ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ തനിക്ക് ശമ്പളം മേടിക്കത്തില്ലായിരുന്നോ? അതുമല്ല എക്സ്പീരിയൻസും കിട്ടത്തില്ലായിരുന്നോ? എന്നിട്ട് വീണ്ടും എരുന്നെരുന്ന് കയറി വന്നേക്കുന്നത് എന്തിനാ? ഇനിയിപ്പം ഞങ്ങളുടെ മുതലാളിയുടെ വായിരിക്കുന്ന കേൾക്കാനാണോ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴേ അവര് പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ അവര് പറയുന്നതൊക്കെ കേൾക്കാൻ എൻ്റെ ഡിഗ്രിക്ക് അനുസരിച്ച് ഞാൻ കണ്ട വീട്ടിൽ പോയി ജോലി ചെയ്യണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? കണ്ട വീട്ടിൽ പോകണമെങ്കിൽ കണ്ട വീട്ടിൽ പോയി ജോലി ചെയ്യണം. ചുമ്മാതെ അല്ലല്ലോ, ഇവിടുന്ന് ശമ്പളം മേടിച്ചിട്ടല്ലേ. അപ്പൊ പിന്നെ മുതലാളിമാര് പറയുന്നത് കേട്ടേ പറ്റൂ. അങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്, ഞങ്ങളുടെ കുടുംബം പോറ്റുന്നത്. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ, അല്ലാതെ തന്നെ പോലെ എടുത്ത് ചാടി കടിച്ചു പിടിച്ച് ഓരോന്ന് പറഞ്ഞിട്ടല്ല. അപ്പൊ ഇതുപോലെ ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അങ്ങനെ അയാൾ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ നമ്മുടെ സുധീനെ. അപ്പൊ സുധി പറയുന്നുണ്ട്, എൻ്റെ സാലറി എനിക്ക് കിട്ടിയേ പറ്റൂ, അതെനിക്ക് വേണം, എനിക്കത് ഞാൻ മേടിച്ചിട്ടേ പോകത്തുള്ളൂ, എനിക്ക് കാണണം, ഇവിടുത്തെ MD കാണണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇപ്പൊ ചെല്ല സാറ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെ നിന്നെ ഉണ്ടല്ലോ കല്ല് വാരി എറിയും, അല്ലെങ്കിലേ നിന്നെ എന്തെങ്കിലും ചെയ്യും. നിനക്ക് ജീവൻ വേണമെങ്കിലേ നീ ഇവിടുന്ന് പോകാൻ നോക്കിക്കോ. മനുഷ്യന്മാരുടെ ശമ്പളം എല്ലാം കൂടെ കട്ട് ചെയ്യിപ്പിച്ചിട്ടാവും വന്നേക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ നിന്നെ കല്ലെറിഞ്ഞ് ഇവിടെ നിന്ന് ഓടിക്കണം, അത് നീ പോകുന്നോ? ശമ്പളം ചോദിച്ച് വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് സുധീനെ വെളിയിലേക്ക് തള്ളിയത്. അപ്പൊ സുധീഷു ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ ശമ്പളമായിരുന്നു ആകെ പ്രതീക്ഷ. ഇനിയിപ്പം ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യും? ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ശ്രുതിയുടെ മുമ്പിൽ വെറും നാണം കെട്ടവനുമായി പോവില്ലേ? ശ്രുതി ചോദിക്കില്ലേ ശമ്പളം കിട്ടിയില്ലെന്ന്? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ വർഷേനെയാണ്. വർഷയാണെങ്കിൽ ശ്രീകാന്തിന് ഫോൺ വിളി. വർഷ ഫോൺ വിളിക്കും, ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യും. കാരണം ശ്രീകാന്തിനോട് സച്ചി പറഞ്ഞിട്ടുണ്ട്, വർഷയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, കൂട്ടുകൂടാൻ പോലും പോകണ്ട, ഒരു ഫ്രണ്ട്സ് എന്ന നിലയിൽ പോലും കണ്ടുപോകരുത്, ഫ്രണ്ട് എന്ന നിലയിൽ പോലും കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യം നമ്മുടെ ശ്രീകാന്ത് പെട്ടെന്ന് മനസ്സിലിങ്ങനെ ഓർക്കുക. അങ്ങനെ വല്ലതും അതായത് വർഷയായിട്ട് കൂട്ടുവല്ലതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ഞാനോ അച്ഛനോ ആരും നിനക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ് ഓർക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്ത് ആ കോൾ എടുക്കുന്നില്ല കേട്ടോ. വർഷ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോള് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശ്രീകാന്ത്.
അങ്ങനെ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, നമ്മുടെ വർഷയും ശ്രീകാന്തും ഇനി എന്ത് ചെയ്യും, അതിനിടയിൽ നമ്മുടെ സുധി ഇനി എന്ത് ചെയ്യും. നമ്മുടെ സുധിക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പൈസയും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സുധി വലിയൊരു മോഷണം തന്നെയാണ് വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ, ആ 1 ലക്ഷം രൂപ, അതായത് നമ്മുടെ രവീന്ദ്രന് കിട്ടിയ 1 ലക്ഷം രൂപ കട്ടെടുത്തുകൊണ്ട് പോവുകയാണ് സുധി ചെയ്യുന്നത്. അപ്പം അത് ഇപ്പോൾ ഒന്നും അതിന് പ്രശ്നം ഉണ്ടാവില്ല. അതൊരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മളെ കാണിക്കും. ഈ ആഴ്ച കാണിക്കുമെന്ന് അറിയില്ല കേട്ടോ, 2-3 ദിവസം കഴിഞ്ഞ് കാണിക്കായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.